10 കൊല്ലം മുൻപ് കൊടുങ്കാറ്റ് പോലെ വന്ന് ഡൽഹിയെ തൂത്തുവാരിയ ആം ആദ്മി പാർട്ടി ഇത്തവണ തറ പറ്റി. കാറ്റ് തിരിച്ചു വീശിയപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ മുഖവുമായ അരവിന്ദ് കെജ്രിവാൾ അടക്കം പ്രമുഖ നേതാക്കളൊക്കെ തോറ്റു. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJPയുടെ പർവേഷ് വർമ്മയോട് 4089 വോട്ടുകൾക്കാണ് കെജ്രിവാൾ തോറ്റത്. ഇവിടെ കോൺഗ്രസ് പ്രതീക്ഷയർപ്പിച്ച സന്ദീപ് ദീക്ഷിത് കേവലം 4568 വോട്ടുകൾ മാത്രമാണ് പിടിച്ചത്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജംഗ്പൂര മണ്ഡലത്തിൽ BJPയുടെ തർവീന്ദർ സിംഗ് ബർവയോട് അവസാന നിമിഷം വരെ പൊരുതിയെങ്കിലും 675 വോട്ടിന് കീഴടങ്ങി. ആരോഗ്യ വകുപ്പ് മന്ത്രി സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ BJPയുടെ ശിഖാ റോയിയോട് 3188 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. സോംനാഥ് ഭാരതി മാർവിയ നഗറിലും സത്യേന്ദ്ര ജെയിൻ ഷാക്കൂർ ബസ്തിയിലും BJP സ്ഥാനാർത്ഥികളോട് തോറ്റു. തോൽവി അംഗീകരിക്കുന്നുവെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി തുടരുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. हम न केवल एक कंस्ट्रक्टिव ऑपोजिशन का रोल निभाएंगे बल्कि हम समाज सेवा, जनता के सुख दुख में काम आना, व्यक्तिगत तौर पे जिसको भी जो ज़रूरत होगी हम लोगों के सुख दुख में हमेशा काम आएंगे. ഒട്ടേറെ പ്രമുഖർ കടപുഴകിയപ്പോഴും മുഖ്യമന്ത്രി അതിഷിയും പ്രമുഖ നേതാവ് ഗോപാൽ റായിയും 3 മന്ത്രിമാരും ജയിച്ചതാണ് ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസമായത്. അവസാന റൗണ്ട് വരെ പിന്നിൽ നിന്ന ശേഷമാണ് മുഖ്യമന്ത്രി അതിഷി കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് 3521 വോട്ടുകൾക്ക് ജയിച്ചു കയറിയത്. ഇവിടെ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായ അൽക്ക ലാംബ 3-ാം സ്ഥാനത്തായി എന്ന് മാത്രമല്ല 4392 വോട്ടുകൾ മാത്രമാണ് ഇവർക്ക് നേടാനായത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.